ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ വീട് പണി ഏകദേശം സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഹൗസ് വാമിങ് ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട്. ഡേറ്റ് ഒന്നും കൺഫേം ആക്കിയിട്ടില്ല. മോഡുലാർ കിച്ചണിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത്. അതുപോലെ ഞാനൊരു ചെറിയൊരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വിശേഷങ്ങളും പിന്നെ ഇഫ്താറിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോ. അപ്പോൾ എന്തായാലും മുഴുവനായിട്ട് കാണാൻ നോക്കാം. ഓക്കെ, നമുക്ക് വ്ളോഗിലോട്ട് കിടക്കാം. ഒഴിക്കുന്ന ഫോട്ടോ എടുക്കല ചിരിച്ച ഇല്ലല്ലേ? ഫോട്ടോ എടുക്കുമ്പോഴേക്ക് ഇവരുടെ ഷർട്ടൊക്കെ ആകെ കളർ പോലെ. എനിക്ക് സ്കൂൾ തുറക്കുന്ന കാലത്ത് ഫോട്ടോ റോയിക്കുട്ട ഒന്ന് ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോണല്ലേ? ഇന്ന് എന്താ സ്കൂളില്? ചിരിച്ചിട്ട് ഇന്ന് സ്കൂളിൽ എന്താ ഫോട്ടോ എടുക്കില്ല? നീ ഇരിക്കും അവിടെ. വളൊക്കെ ഇട്ടിക്കണാ റൂയി? ഇവിടെ ഇരുന്ന് ഇങ്ങോട്ട് വാ. ആ കയ്യിലെ വള അയച്ചേക്കും മോളെ, അത് അയച്ചേക്ക. ചീച്ചി വളയാണ്. അത് വേണ്ട, അത് ഒരു യാതി ഉണ്ട്. ഡോണറ്റൊന്നും കൊണ്ടുവരുത്. അസ്സലാമു അലൈക്കും. വേഗം വരട്ടാ. അപ്പം വരും. പോയിക്കോ. അപ്പോൾ റൂവിനെ സ്കൂളിലാക്കിയിട്ട് എനിക്ക് ഉക്കാക്ക് ഒരു ഫംഗ്ഷന് പോകേണ്ട, ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷനാണ് പോകുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ബിസിനസ് പാർട്ട്ണറിൻ്റെ പുതിയൊരു സ്ഥാപനത്തിൻ്റെ ഇനോഗ്രേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരൂർ പൂങ്ങോട്ടോളം കഴിഞ്ഞ് നെസ്റ്റോയും കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുമ്പോൾ തന്നെ അറിയും, 2 ഫ്ലോറിലായിട്ട് യാട്ട് ആൻഡ് ഡോക്ക് എന്നാണ് ഷോപ്പിൻ്റെ പേര്. 2 ഫ്ലോറിലായിട്ട് ജെൻസിൻ്റെ ഷൂസ്, ചപ്പൽസ് അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈദിനൊക്കെ കളക്ഷൻസ് വാങ്ങിക്കേണ്ടവർ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനോഗ്രേഷന് കുറച്ച് മുമ്പാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. റൂയിനാക്കി വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. ഈ ഒരു ഷോപ്പിന് ഇനോഗ്രേഷന് നോമ്പ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നോമ്പ് ലാസ്റ്റ് ആയപ്പോഴാണ് അതിൻ്റെ ഇനോഗ്രേഷൻ നടക്കുന്നതിന്. ഇതുപോലെ തന്നെ നമ്മുടെ വീട് പണീൻ്റെ കാര്യം, ഇത് കാണുമ്പോൾ നമുക്കതാണ് ഓർമ്മ വരുന്നത്. നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്യും, പക്ഷേ ഡേറ്റിന് ഒരിക്കലും നടക്കില്ല. അങ്ങനെ ഇൻഷാ അല്ലാഹ് എല്ലാം റാഹത്താട്ടെ. എന്തായാലും മതി. ഇതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ട്, നമ്മളുടെ ആവും അങ്ങനെയെന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ കുറുക്കോളി മൊയ്തീൻ MLA അവരൊക്കെ ഉണ്ടായിരുന്നു ഇനോഗ്രേഷന്. പിന്നെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. ദോർന്നൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ എല്ലാവരും സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. പിന്നെ ഇവിടെ ലേഡീസിൻ്റെ ഷൂസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വലിയ റോളൊന്നുമില്ല. പിന്നെ അവിടെ കുറേ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, ഷൂസും ചെരുപ്പൊക്കെ. ഓക്കെ, പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷൂസ്. പക്ഷേ ഞാൻ കുറേ നോക്കി എനിക്ക് മാച്ചിങ് ആവുമെന്ന്, ലേഡീസിനും പറ്റുമെന്നുള്ള. പക്ഷേ ഇട്ടാൽ തന്നെ മനസ്സിലാവും ജെൻസിനാണ് അത് പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ജെൻസിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിടുന്ന ടൈപ്പ് കുറേ കളക്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്, പക്ഷേ ഒക്കെ ജെൻസിൻ്റെയാണ്. പിന്നെന്താ, പിന്നെ ഇങ്ങനെ 1-2 ഷൂസും ചെരുപ്പും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ബിസിനസ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അവരുടെ പേരെന്താ പറയാത്തതെന്നൊക്കെ വിചാരിക്കും. അപ്പം ബിസിനസ് പാർട്ട്ണറിൻ്റെ ബ്രദേഴ്സും എല്ലാവരും കൂടിയുള്ള സ്ഥാപനമാണിത്. പിന്നെ ആരൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല. എന്തായാലും അവരുടെ സ്ഥാപനം അത്രയേ ഉള്ളൂ. അവരെല്ലാവരും കൂടിയുള്ള സ്ഥാപനം. എന്തായാലും എല്ലാവിധ ബർക്കത്തും ഉണ്ടാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉണ്ടാവണം.
അങ്ങനെ ഇക്കാൻ്റെ പർച്ചേസിങ് കഴിഞ്ഞു. പെരുന്നാൾക്കുള്ള ഷൂ ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പം ഇതുപോലെ ജെൻസിൻ്റെ ഷൂസിനൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇനി നേരെ പോകുന്നത് നമ്മുടെ വീട് പണീൻ്റെ അവിടേക്കാണ്. അവിടെ ഇന്ന് മോഡുലാർ കിച്ചൺ സെറ്റാക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിൽ കാര്യമായിട്ട് പണിയൊക്കെ നടക്കുന്നുണ്ട്. എന്നും ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. ഇക്കാൻ്റെ ഒരു മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോട്ടക്കൽ പോയതാണ്. ഓക്കെ, മറ്റേ സ്റ്റോണ് വന്നോ? നമ്മള് ജനല് ഇങ്ങനെ തന്നെ വെക്കണേ, ഒന്നും മാറ്റം വരുത്തുന്നില്ല. എന്തോ ചെയ്യാന്ന് പറഞ്ഞില്ലെന്നോ? വേണ്ടല്ലേ, മതി. അല്ലെങ്കിലോ ഇവിടെ തുടങ്ങിയോ നമ്മുടെ കിച്ചൺ ക്യാബിനറ്റ്സ് വെച്ച് തുടങ്ങി. മാഷാ അല്ലാ. ഇത് ഇത്ര പെട്ടെന്ന് വെക്കുന്നതാ? ഓ, ഇങ്ങനെയാണ് മോഡുലാർ കിച്ചൺ സെറ്റിംഗ് അല്ലേ? ഇത് ഐലൻഡ്. ഇതിലൂടെ ഇങ്ങോട്ട്. അല്ല, സ്റ്റവ് ഇവിടെ അല്ലേ? ഹോബ്, ഇൻഡക്ഷൻ ഉണ്ട്. ആ ഇൻഡക്ഷൻ ഇതില്ല, ഇതുമല്ലേ? ഇതെന്താ ഞാൻ ചവിട്ടി. അപ്പൊ സിമ്പിൾ ആണല്ലേ? ഇതിങ്ങനെ ഓൾറെഡി റെഡി ആക്കിയിട്ട് ഇവിടെ കൊടുന്ന് വെക്കണം. 2 ദിവസം കൊണ്ട് കിച്ചൺ വർക്ക്സ് കഴിയും ഇൻഷാ അല്ലാ. ഇവിടെ എവിടെ ടോൾ യൂണിറ്റ് വരുന്നേ? ഇതാണ് ഇപ്പൊ ഈ വെക്കുന്നതാ? അവിടെ ടോൾ യൂണിറ്റോ? ക്രോക്കറിയാ? ഇതെന്താ? ഇതാണ് ഇവിടെ വരുന്നത്. ആ, അപ്പൊ അത് നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാക്സിമം ഇന്നത്തോട് കൂടി തീർക്കാനുണ്ട്. 8 ദിവസം കൊണ്ട് തീർക്കുമല്ലോ. ഇതിൻ്റെതോ? ആ, അപ്പൊ മോഡുലാറിന്റെ ഗുണം ഇതല്ലേ? മറ്റേതാവുമ്പോഴ് എത്ര ദിവസം വരൂലേ? ആ, അതാണ് കിച്ചൺ വർക്ക്സ് ഡിലേ ആയത് കേട്ടോ. അപ്പം ഇങ്ങനെ ലാസ്റ്റ് നിമിഷം വെക്കുന്നതാണ് മോഡ്യൂൾസ്. ഇതിന് മോഡ്യൂൾസ് എന്നല്ല പറയാ. ഈ ഇതെന്താ സാധനം? ആ, പ്ലൈവുഡ്. ഓക്കെ, ഇനി ഇതിന്റെ മുകളിൽ വേറെ എന്തൊക്കെ വരാം? അല്ല, പ്ലൈവുഡ് കേട് വരില്ല, അങ്ങനെ എന്താ കുത്തി പോകുന്ന പ്രശ്നം? എന്താ ഗർജൻ? മറൈൻ പ്ലൈവുഡ്. അപ്പൊ കേടാവൂല? അവിടെ ഒരു കോർണർ വരുന്നുണ്ടല്ലോ, അതിനകത്ത് എന്തെങ്കിലും വെക്കുന്നുണ്ടാവൂലേ? ഫുൾ ഔട്ട് ഉണ്ടോ? പിന്നെ അവിടെ എന്താണ് ആ കോർണറിൽ? വാഷ് ബേസിൻ ഇതല്ലേ? ആ, സിങ്ക്. ആ, അവിടെ എന്താ? ഓ, ഇതല്ലേ? ടോൾ യൂണിറ്റ് മേലെയാ? അല്ലാതെ ഫുൾ ഹൈറ്റിലില്ല? ആ, അപ്പൊ ടോൾ യൂണിറ്റ് മേലെ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ ഫ്രിഡ്ജിൻ്റെത്. ഇവിടെയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മളെ ഈ കിച്ചണിലോട്ടുള്ള മോഡുലാർ. 2 കിച്ചണും മോഡുലാർ തന്നെയാണ് ചെയ്യുന്നത്.
പക്ഷേ ഈ കിച്ചണിൽ നമ്മൾ വർക്ക് ഏരിയ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയാണ് അടുപ്പ് വിറകടുപ്പ് വരുന്നത്, അതുകൊണ്ട് വർക്ക് ഏരിയ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ പിന്നെ ഒറിജിനൽ മോഡലാറായിട്ട് തന്നെ. ഇവിടെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ പെയിൻറ്റ് പണി നടക്കുന്നുണ്ട്. തണ്ണീർ തിരൂർ വർക്ക് ഏരിയ. പിക്കാസോ ഗോൾഡ് 100% PVC ഗോൾഡ്. ഇതാണോ ഇതാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളതിലൊക്കെ? ഇങ്ങനെയാകുമ്പോൾ വേഗം പണി ചെയ്യും. 8 ദിവസം കൊണ്ടുള്ള ഇന്ന് രാവിലെ തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ. ഇവിടെ സ്പേസ് കുറവൊന്നും ഉണ്ടാവില്ലല്ലോ. അല്ല, ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അന്തരത്തു നിന്നുള്ള സാധനങ്ങൾ പെട്ടെന്ന് എത്തിക്കാൻ പറയാമല്ലോ. അവിടെ വെച്ച് കഴിഞ്ഞാൽ ഏത് ഫ്രിഡ്ജും മറ്റേതിൻ്റെ ഒക്കെ മോഡുലാർ കിച്ചൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. 2 ദിവസം കൊണ്ട് പണി തീരും. കിച്ചണിൽ ഈ ഒരു മോഡ്യൂൾസൊക്കെ വെച്ച ശേഷമാണ് പിന്നെ അതിൻ്റെ സൈഡിലുള്ള ടൈൽസൊക്കെ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വേഗം പെട്ടെന്ന് കഴിയുമെന്നാണ് അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ലാസ്റ്റ് സമയത്തേക്ക് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ ഇത് വീഡിയോ വോയിസ് ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. ഇത് ഓൾറെഡി ഇനിയിപ്പോൾ ഇതിലൊന്നും പെയിൻ്റ് ഒന്നും ചെയ്യാനില്ല. ഫിനിഷിങ് കഴിഞ്ഞാൽ മനസ്സിലാവണം. ഇത് പുറത്ത് ഇനിയിപ്പോൾ കോട്സ് ഒട്ടിക്കാണ്ടാവും. മുകളിലും കോട്സ്, ഇവിടെ കോട്സ്. ഇതിമെന്തല്ലേ അതിന്റെ ഓപ്പണിംഗ് ഇങ്ങനെ ആ ഭാഗത്ത് ബാക്കിൽ അവിടെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ ക്ലോസ്ഡ്, ഫുള്ളി ക്ലോസ്ഡ്. അവിടെ മാത്രം ഓപ്പണിംഗ്. ഇപ്പുറത്തും അപ്പുറത്തും സെയിം ഡിസൈനാണ് ഉണ്ടാവും. ചോദിച്ചു നോക്കാം, കൺഫേം ചെയ്യാം. നമ്മളിപ്പോൾ എടുത്തില് ഇങ്ങനെ ഫുള്ളി പാക്ഡ് ആണ് കോട്സ് കൊണ്ട്. ഷഫീഖ് ഭായ്, പിന്നെ അതിന്റെ ഓവനൊക്കെ ഇവിടെ അത് മനസ്സിലായി. ഇൻഡക്ഷനും അതിൻ്റെ അടുത്ത് ഓവന് എയർ ഫ്രയർ ഒക്കെ അവിടെ തന്നെ. ബ്ലെൻഡർ അവിടെ, മിക്സി അവിടെ. അല്ലല്ല വേറെ കാര്യമുണ്ട്. ഇവിടെ ഇത്രേ ഉള്ളൂ. ബാർ കൗണ്ടർ കുഴപ്പമൊന്നുമില്ല. ഇവിടെ അധികം ഇത് സ്റ്റൈലിഷിന് വെക്കാന്നല്ലോ. ആരധികം നീ യൂസ് ചെയ്യോ? മുറ്റം പണി ഇതാ ഈ ഒരു സ്റ്റേജിലാണ്. അല്ല, ഷൈജിപ്പ് എടുക്കുന്നത് ഞങ്ങൾ പോകുന്ന സമയത്ത് മങ്ങാട്ടിൽ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നോക്കും ചെയ്യാം. ഞങ്ങൾ ഇതിപ്പോൾ എടുക്കാൻ പോയതാണോന്നില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറേ ദൂരം ഉണ്ടല്ലേ ഗേറ്റിലോട്ട്. അല്ല, ഗേറ്റ് എന്താ നോക്കണേ? ഇതെടുത്തേക്കുള്ള ഇതിങ്ങനെ വെക്കാണ് കുത്തനെ. നമ്മളെടുത്ത ഫ്രിഡ്ജിന്റെ അളവിലാണ് ചെറിയ എന്തിനു പുറത്തേക്ക് എടുക്കണോ? എന്തിനാ സൈഡൊക്കെ ചളി ആവില്ലല്ലോ, ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനൊക്കെ കംപ്രസർ പോവില്ലേ? ഇക്ക പോയി. ഫ്രിഡ്ജിൻ്റെ കൗണ്ടർ വെച്ചു.
അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തിൻ്റെ പണി ഏകദേശം ഇതാ ഈ ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അതും ഉടൻ തന്നെ കഴിയുന്നിരിക്കും. ഇതിന് ഇടയ്ക്ക് വേറൊരു സ്റ്റോണും കൂടി വിരിക്കാനുണ്ട്. ഇതാ ഇവിടെ വരെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തേക്കില്ല, ഇതാ ഈ കാണുന്ന ഇതിൽ മാത്രമേ ഉള്ളൂ നാച്ചുറൽ സ്റ്റോൺ, അതായത് ബാംഗ്ലൂർ സ്റ്റോണും പിന്നെ കോബിൾ സ്റ്റോണാണ് വെക്കുന്നത്. ഇത് ഞങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷം ഇറങ്ങിയത് കേട്ടോ. റോയി മോൾക്ക് ബീച്ചിൽ പോകണമെന്ന് ഭയങ്കര നിർബന്ധം, അങ്ങനെ ഇറങ്ങിയത്. പക്ഷേ ബീച്ചിൽ വന്നപ്പോൾ ആൾ കുറച്ച് കഴിഞ്ഞപ്പം അവിടെ പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ ആൾ കരഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞ് നിന്നു. ഞങ്ങൾ പോയതും മഴ പെയ്തതും ഒപ്പമായിട്ട് അവൾ കരഞ്ഞത് നന്നായി വിചാരിച്ചു. നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്ന് പറഞ്ഞു ഉമ്മാക്ക് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞിട്ട് അവർ ഉമ്മ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ട് അവർ പോയി കണ്ടിരുന്നു കേട്ടോ. ഇതിപ്പം നമ്മൾ പായൊക്കെ വിരിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരുന്നതാണ്. അപ്പോൾ ഇക്ക ചായ കൊണ്ടുവന്നു, ഇക്കയും നാത്തൂനും കൂടി പോയിട്ട് ചായയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കുറച്ചേരം ഇരുന്നിട്ടുള്ളൂ. അപ്പോഴേക്കും റോഹി കരയാൻ തുടങ്ങി, പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടിട്ട് കേട്ടോ. ശരിക്കും പണ്ടത്തെ പോലെ ബീച്ചിൽ വരാനുള്ളൊരു വൈബ് ഇപ്പോൾ നമുക്ക് തോന്നുന്നില്ല. കാരണം ചിലർക്ക് ഈ ഒരു വൈബ് ഇഷ്ടമായിരിക്കും, ഇങ്ങനത്തെ ലൈറ്റൊക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് ശാന്തമായിട്ട് തിരകളൊക്കെ എണ്ണി ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു വൈബാണ് ഇഷ്ടം. പക്ഷെ ഇപ്പം ആ ഒരു ബീച്ചിലും കിട്ടുന്നില്ല. ചായതാ സമൂസ ഉണ്ടല്ലോ ഓയ്ക്ക്. പഴനിറവ് തീരെ രസമില്ല, സമൂസ രസം. ആ 4 സമൂസ വാങ്ങിച്ചിട്ടുള്ളൂ. ഞാൻ 5 ആളുള്ള ഒഴിവ്, അല്ല 6 ആളുള്ള ഓർമ്മയില്ല. ആ ഞാൻ പോവാണ്, ഇനി കരഞ്ഞില്ലേ പോകട്ടാ. ഇത് ഓരോന്നെടുത്തിട്ട് 8 ഉണ്ട്. കൊതിയെത്തി ടേസ്റ്റ് ഉണ്ടാവില്ല, തിന്നലുണ്ടോ ശരിക്കും. എന്താ ഒരു കഷ്ണം എനിക്ക് നോക്കട്ടെ. ഞാൻ പാകത്തിനുള്ള ചോദിച്ചോ, നല്ല ഉള്ളതുകൊണ്ട് ഇന്നലിട്ടുണ്ട്. കൊള്ളാം, എനിക്ക് പല്ല് വിളിക്കും. അതും കാന്താരിക്ക് ചാടി ഇറങ്ങും. അങ്ങനെ റോയി പടക്കം പൊട്ടുന്ന സൗണ്ട് ഇട്ടിട്ട് നമുക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ മീൻസ് ഞങ്ങൾ വണ്ടിയിൽ കയറിയ സമയത്ത് തന്നെ മഴ ചാറിയിരുന്നു. പിന്നെ അതാ മഴ പെയ്യുന്നു. നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടി ലേറ്റ് ആയിരുന്നെങ്കിൽ മഴ കൊണ്ടിട്ട് പോരേണ്ടി വരുമായിരുന്നു. ഇതെല്ലാം എല്ലാം കറക്റ്റ് സമയത്തായി. അങ്ങനെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.